ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാ ടേസ്റ്റ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചേമ്പില ഉപയോഗിച്ചൊരു മടന്തക്കറിയാണ്. ഇത് തയ്യാറാക്കുന്നത് അമ്മയാണ്. ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായ ചേമ്പില നമ്മുടെ കണ്ടത്തിൽ നിന്ന് പറിച്ചിട്ട് വരാം. ഞങ്ങളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനത്തെ ഞങ്ങളുടെ വീട്ടിലാണ്. ഇവിടം വളരെയേറെ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് നമ്മൾ മടന്തയ്ക്ക് ഉപയോഗിക്കാൻ പോകുന്ന ചേമ്പിൻ്റെ ഇല. ഇത് സാധാരണ പറമ്പിലും കണ്ടത്തിലും തോടിൻ്റെ കരയിലും തന്നെ വളർന്നു വരുന്നതാണ്. വെള്ളത്തിൽ നിൽക്കുന്ന ചേമ്പിൻ്റെ തളിരില വേണം നമ്മൾ മടന്തയ്ക്ക് ഉപയോഗിക്കാൻ. മഴക്കാലത്താണ് നമ്മൾ മടന്തക്കറി സാധാരണ വെക്കാറുള്ളത്. അങ്ങനെ നമ്മൾ ചേമ്പിലയെല്ലാം പറിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചേമ്പില നമുക്കിനി ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ നീളത്തിൽ ചുരുട്ടി മടക്കി രണ്ടറ്റവും അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ടൈറ്റാക്കി വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഇലകളും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ഇലകളും ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ്: തേങ്ങ ചിരവിയത് 1 ബൗള്, 5 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, ചുവന്ന ഉള്ളി 5 എണ്ണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളിയാണ്, അത് നീളത്തിൽ അരിഞ്ഞത്, കൊടംപുളി 3 എണ്ണം, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ ചുരുട്ടി വെച്ചിരിക്കുന്ന ചേമ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി, പച്ചമുളക്, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്ന ഉള്ളി, തേങ്ങ ചിരവിയത്, വേകുവാൻ ആവശ്യമായ വെള്ളം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കെട്ട് അഴിഞ്ഞു പോവാത്ത വിധം വേണം മിക്സ് ചെയ്യാൻ.
ഇപ്പോൾ നമ്മുടെ കറിയുടെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ മടന്തക്കറി തയ്യാറായിട്ടുണ്ട്. ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഇലക്കറികളിൽ മികച്ച ഒരു നാടൻ ഇലക്കറിയാണ് ഇത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്